ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് IT പാർക്കുകളായ നമ്മുടെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, അതേപോലെ കോഴിക്കോടുള്ള സൈബർ പാർക്ക്. ഈ രണ്ട് പ്രമുഖ IT പാർക്കുകളിലും വിവിധ കമ്പനികളിലായിട്ട് ഇപ്പോൾ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. IT മേഖലയിലും അതേപോലെ നോൺ IT മേഖലയിലും വേക്കൻസീസ് ഉണ്ട്. സെയിം അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുമായിട്ട് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. സോ ഏതൊക്കെ കമ്പനികളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ പൊസിഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഫ്രഷേഴ്സിന്റെ ഇന്റേൺഷിപ്പ്, അതേപോലെ ഫ്രഷേഴ്സിനുള്ള വേക്കൻസി, മറ്റ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനൊക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ പ്രത്യേകം കാണാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യത്തെ റിക്രൂട്ട്മെന്റിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സൈബർ പാർക്കിലെ വേക്കൻസി ആണ്. സൈബർ പാർക്കിലുള്ള, അതായത് കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ആർട്ടിഫിറ്റിയ സൊല്യൂഷൻസ് LLP എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പൊ ഏകദേശം 4ഓളം പൊസിഷനുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്ലട്ടർ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 1 to 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിം കമ്പനിയിൽ തന്നെ മേൺസ്റ്റാക്ക് ഡെവലപ്പർ, അതേപോലെ ഗ്രാഫിക് ഡിസൈനർ, ഈ രണ്ട് പോസ്റ്റുകളിലുമായിട്ട് ഇന്റേൺഷിപ്പ് വേക്കൻസി വന്നിട്ടുണ്ട്. ഈ ഒരു കമ്പനിയിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. സോ ഈ 4 പൊസിഷനുകളിലായിട്ടാണ് ഈ കമ്പനിയിൽ വേക്കൻസി വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ സബ്ജക്റ്റിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ജോബ് ആപ്ലിക്കേഷൻ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാം. ഈ ഒരു കമ്പനിയിലേക്കല്ല, നിങ്ങൾ ഏതൊരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും സബ്ജക്ട് ടാഗിൽ ആ പൊസിഷന്റെ പേര് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇതാണ് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി, കോഴിക്കോട് സൈബർ പാർക്കിലെ ആദ്യത്തെ വേക്കൻസി. ഈ സെയിം സൈബർ പാർക്കിൽ തന്നെ, കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെ അടുത്ത കമ്പനിയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. സെൻ നോട്ട് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതും ഒരു നോൺ IT മേഖലയിലുള്ള വേക്കൻസി ആണ്. പ്രീ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ് അവർ ആ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ബേസിക്കലി നിങ്ങൾ ആ ഒരു കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടി വരും, അതേപോലെ ഇവരുടെ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കൂടുതൽ ഫെമിലിയർ ആവണം. അങ്ങനെ പോലുള്ള ഒരു പ്രീ സെയിൽസ് രീതിയിലുള്ള ജോലിയാണ് നിങ്ങൾ വരുന്നത്. ബേസിക്കലി ഒരു കസ്റ്റമർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യതകൾ എന്ന് പറയുമ്പോൾ ഒരു ടെക് സേവി പേഴ്സൺ ആയിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ പ്രീ സെയിൽസിലോ സെയിൽസിലോ അല്ലെങ്കിൽ സമാന മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. അവിടെയുള്ള ഒഡോക്സ് സോഫ്റ്റ് ഹബ് LLP എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ 2 പൊസിഷനുകളിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. ഓഡോ ERP ഫങ്ഷണൽ കൺസൾട്ടന്റ് വേക്കൻസി ഉണ്ട്, അതേപോലെ ഓഡോ ഡെവലപ്പറിന്റെ വേക്കൻസിയും ഉണ്ട്. ഓഡോ ERP ഫങ്ഷണൽ കൺസൾട്ടന്റ് പോസ്റ്റിന് മിനിമം 1+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അതേപോലെ ഓഡോ ഡെവലപ്പറിന് 1.5 to 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് ഇതാണ്, hr@odocsofthub.com എന്നാണ്. സോ ആ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ലൊജിയോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ പറ്റുന്ന പൊസിഷനുകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പ്രോജക്ട് കോർഡിനേറ്ററിന്റെ വേക്കൻസി ഉണ്ട്, അതേപോലെ ക്ലൗഡ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. പ്രോജക്ട് കോർഡിനേറ്ററിന് BTech അല്ലെങ്കിൽ MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് അവർ ചോദിക്കുന്നത്. 0 to 5 ഇയേഴ്സ്, അതായത് ഫ്രഷേഴ്സ് തൊട്ട് 5 വർഷം വരെ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലൗഡ് എഞ്ചിനീയറിന് 0 to 3 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്ലൗഡ് എഞ്ചിനീയറിന് അവർ ചോദിക്കുന്ന യോഗ്യത BTech അല്ലെങ്കിൽ MTech ഇൻ EC ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ്. സോ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, logology.com എന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. അവിടുന്ന് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലേതാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള പ്യൂമെക്സ് ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ വിവിധ പൊസിഷനുകളിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്.
ആദ്യം നമ്മൾ നോക്കുന്നത് QA കൺസൾട്ടന്റ് വേക്കൻസി ആണ്. 3 to 5 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബിടെക്, എംടെക്, BCA, MCA ഒക്കെ ആണ് അവർ പറയുന്നത്. നോട്ടീസ് പീരീഡ് ഇമ്മീഡിയറ്റ് ജോയിനർ ആയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ ഇൻഫോ പാർക്ക് കൊച്ചിനാണ്. അവർ കീ റിക്വയർമെന്റ്സ്, സ്കിൽ സെറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു റെലവെന്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സെയിം കമ്പനിയിൽ തന്നെ സീനിയർ ജാവ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 5+ years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ ആണ്. ഇൻഫോ പാർക്ക് കൊച്ചിൻ തന്നെയാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ IDയും സെയിം ആണ്. join@pumaxinfotech.com എന്നാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി സെയിം കമ്പനിയിൽ തന്നെ പ്രോജക്ട് ലീഡിന്റെ വേക്കൻസി ഉണ്ട്. 10+ years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും സെയിം ആണ്. വർക്ക് ലൊക്കേഷനും സെയിം ആണ്. ഇൻഫോ പാർക്ക് കൊച്ചിൻ തന്നെയാണ്. സ്കിൽ സെറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ക്രോസ് ചെക്ക് ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കോഴിക്കോട് സൈബർ പാർക്കിലാണ്. കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഗവൺമെന്റ് സൈബർ പാർക്കിലാണ്. 2 പൊസിഷനുകളിൽ വേക്കൻസി ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിൽ വേക്കൻസി ഉണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ട്രിപ്പിളിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. 3 years ആണ് ചോദിക്കുന്നത്. BCom അല്ലെങ്കിൽ MCom അത് കഴിഞ്ഞ് ടാലി സോഫ്റ്റ്വെയറിൽ നോളജ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് cyberparkkerala.org എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി സെയിം കമ്പനിയിൽ തന്നെ പ്രോജക്ട് മാനേജറിന്റെ വേക്കൻസി ഉണ്ട്. പ്യൂമക്സ് ഇൻഫോടെക്കില് കൊച്ചി ഇൻഫോ പാർക്കിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. 3 to 7 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബിടെക്, എംടെക്, BCA, MCA അത് കമ്പ്യൂട്ടർ സയൻസിലാണ് അവർ പറയുന്നത്. സ്കിൽ സെറ്റ്സ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. IT പ്രോജക്ട് മാനേജർ ആയിട്ട് 3 to 7 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. ഇന്നോവേച്ചർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇവിടെ ഒരുപാട് പൊസിഷനുകളിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. സീനിയർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, അതേപോലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പ്രോജക്ട് മാനേജർ. ഞാൻ എല്ലാത്തിന്റെ സ്കിൽ സെറ്റ് വായിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലോങ് ആവും. സ്കിൽ സെറ്റ്സ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ആ ഒരു റെലവെന്റ് സ്കിൽ സെറ്റ്സും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സീനിയർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, പ്രോജക്ട് മാനേജർ, അത് പൈത്തൺ, ജാവ, C ലാംഗ്വേജ് ആണ് പറയുന്നത്. ഡാറ്റ അനലിസ്റ്റ്, ടെക്നിക്കൽ ലീഡ്, ടെക്നിക്കൽ ആർക്കിടെക്ട്, അതേപോലെ QA എഞ്ചിനീയർ, പിന്നെ DevOps എഞ്ചിനീയർ, സീനിയർ DevOps എഞ്ചിനീയർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതിൽ തന്നെ ടീം ലീഡ്, അതേപോലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫുൾ സ്റ്റാക്കിലൊക്കെ വേക്കൻസി വരുന്നുണ്ട്. സോ പലതിനും ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫുൾ സ്റ്റാക്കിനൊക്കെ ആണെങ്കിൽ 2 to 4 years ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ലാംഗ്വേജ് പറയുന്നുണ്ട് പൈത്തൺ അഥവാ റിയാക്ട് ഒക്കെ എന്ന് പറയുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. റെലവെന്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കമ്പനി വരുന്നത്, നമ്മുടെ വർക്ക് ലൊക്കേഷൻ വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള NOMT ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഏകദേശം 4ഓളം പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ, അതേപോലെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന്റെ, മൊബൈൽ ഡെവലപ്പേഴ്സ്, അത് iOS-ലും ആൻഡ്രോയിഡിലുമാണ് വരുന്നത്. QA എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി വരുന്നുണ്ട്. ഇൻഫോ പാർക്കിൽ phase 2ലാണ് ഈ ഒരു കമ്പനി വരുന്നത്. സോ റെലവെന്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ CV, അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 4 പൊസിഷനും ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ 3.5+ years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അടുത്ത വേക്കൻസി നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള 2Base ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഏകദേശം 7ഓളം പൊസിഷനുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. അസോസിയേറ്റ് മാനേജർ പ്രോജക്ട്സ് 4 മുതൽ 6 വർഷമാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. പ്രൊജക്ട് കോർഡിനേറ്റർ 2 to 4 years, AI എഞ്ചിനീയർ, സീനിയർ സിസ്റ്റം എഞ്ചിനീയർ, ജൂനിയർ UI അഥവാ UX ഡിസൈനർ, കണ്ടന്റ് റൈറ്റർ, SEO ഇന്റേൺഷിപ്പ്. SEOയിൽ ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്, അത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്.
സോ ഇത്രയും പൊസിഷനിൽ ഈ കമ്പനീസിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ പേര് വരുന്നത് ട്യൂബേസ് ടെക്നോളജീസ് എന്നാണ്. അടുത്തത് കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഫ്രസ്റ്റോൺ അനാലിറ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഏകദേശം 4ഓളം പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 2+ ഇയേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റിയാക്ട് നാറ്റീവ് ഡെവലപ്പർ 2+ ഇയേഴ്സ്, റിയാക്ട് ഡോട്ട് ജെ എസ് ഡെവലപ്പർ 2+ ഇയേഴ്സ്, ജാവ ഡെവലപ്പർ 2+ ഇയേഴ്സ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് hr@frestonanalytics.com എന്നാണ്. ഒരു ഇമെയിൽ ID നിങ്ങൾ നോട്ട് ചെയ്യുക. ഒരു ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ കേരളത്തിലെ പ്രധാന IT പാർക്കുകളിലെ പ്രധാന കമ്പനികളിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. IT മേഖലയിലും നോൺ IT മേഖലയിലും ഒക്കെ ആയിട്ട് കാൻഡിഡേറ്റ്സിന് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരുടെ ഗ്രൂപ്പ്സിലേക്കോ ഫാമിലി ഗ്രൂപ്പ്സിലേക്കോ കോളേജ് ഗ്രൂപ്പ്സിലേക്കോ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്